പഹൽഗാം ഭീകരാക്രമണം നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയെന്ന് വിലയിരുത്തൽ. പാക് ഭീകരരായ അലിഭായ്, ഹാഷിം മൂസ എന്നിവർ ഇന്ത്യയിലെത്തിയത് 1.5 വർഷം മുൻപ്. ഭീകരർ എത്തിയത് സാംബ, കത്വ മേഖലകളിലെ മുള്ളുവേലി മുറിച്ച്. പാകിസ്ഥാനെതിരെ കൂടുതൽ നടപടിക്ക് ഇന്ത്യ. പാക് വിമാനങ്ങൾക്കും കപ്പലുകൾക്കും അനുമതി നിഷേധിക്കും. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ കടന്നാക്രമണം. ഭീകരരെ സഹായിച്ചെന്ന പാകിസ്ഥാൻ കുറ്റസമ്മതത്തിൽ അത്ഭുതമില്ലെന്ന് ഇന്ത്യൻ പ്രതിനിധി. പാകിസ്ഥാനെതിരെയുള്ള കടുത്ത നടപടികൾക്ക് പിന്നാലെ ഡൽഹിയിൽ നിർണായക കൂടിയാലോചനകൾ. സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ യോഗം വിളിച്ച് പ്രധാനമന്ത്രി. യോഗം നാളെ 11 മണിക്ക്. പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന് കോൺഗ്രസ്. പ്രധാനമന്ത്രിക്ക് കത്തയച്ച് മല്ലികാർജുൻ ഖാർഗെ. റാപ്പർ വേടൻ പ്രതിയായ കഞ്ചാവ് കേസിൽ എഫ്ഐആറിലെ വിവരങ്ങൾ പുറത്ത്. പോലീസ് എത്തിയത് വേടനും സംഘവും തീൻമേശയ്ക്ക് ചുറ്റുമിരുന്ന് കഞ്ചാവ് വലിക്കുന്നതിനിടെ. ഫ്ളാറ്റ് നിറയെ പുകയും രൂക്ഷഗന്ധവും. കഞ്ചാവ് വാങ്ങിയത് ചാലക്കുടി സ്വദേശി ആഷിഖിൽ നിന്നെന്നും എഫ്ഐആർ. മാലയിലെ ലോക്കറ്റിൽ പുലിപ്പല്ല് ഉപയോഗിച്ചതിന് വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്ത റാപ്പർ വേടനെ കോടതിയിൽ ഹാജരാക്കി. വേടൻ നേരത്തെ വനം വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നുവെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിംഗിൽ നിന്നും പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയതിൽ വിവാദം പുകയുന്നു. കമ്മീഷനിംഗ് രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയത് മന്ത്രിസഭാ വാർഷിക പരിപാടിയായതുകൊണ്ടെന്ന് സർക്കാർ വാദം. വാർഷിക പരിപാടിയാണെങ്കിൽ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചതിൽ വിശദീകരണം നൽകണമെന്ന് കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തത് അല്പത്തരമെന്ന് രമേശ് ചെന്നിത്തല. നൈപുണ്യ കേന്ദ്രത്തിന് RSS സ്ഥാപകന്റെ പേര് നൽകാനുള്ള നീക്കത്തിനെതിരെ പാലക്കാട് നഗരസഭയിൽ പ്രതിഷേധം. നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കയ്യാങ്കളി. തമ്മിലടിച്ച് BJP കോൺഗ്രസ് കൗൺസിലർമാർ. പേരുമായി മുന്നോട്ട് തന്നെയെന്ന് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ. നഗരസഭയ്ക്ക് മുന്നിൽ കനത്ത പോലീസ് സന്നാഹം. സിനിമാ നിർമ്മാതാവ് സാന്ദ്ര തോമസിനെ അധിക്ഷേപിച്ചെന്ന കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം. നിർമ്മാതാവ് ആൻഡോ ജോസഫ് 1-ാം പ്രതി. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി B രാഗേഷ്, അനിൽ തോമസ്, ഔസേപ്പച്ചൻ വാളക്കുഴി എന്നിവർ മറ്റു പ്രതികൾ. ചുമത്തിയത് സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക ചുവയോടെയുള്ള സംസാരം, ഭീഷണിപ്പെടുത്തൽ, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ. കളമശ്ശേരി പോളിടെക്നിക്കിൽ കഞ്ചാവ് പിടികൂടിയതിൽ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി. 4 വിദ്യാർത്ഥികളെ കോളേജ് ഔദ്യോഗികമായി പുറത്താക്കിയ വിദ്യാർത്ഥികൾക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് അനുവദിക്കില്ല. നടപടി ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. SSLC പരീക്ഷാഫലം മെയ് 9 പ്രഖ്യാപിക്കും. ഫലം കാത്തിരിക്കുന്നത് 4.27 ലക്ഷം വിദ്യാർത്ഥികൾ. സബ്ജക്ട് മിനിമം അടുത്ത വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. കാനഡയിൽ അധികാരം നിലനിർത്തി മാർക്ക് കാർണിയുടെ ലിബറൽ പാർട്ടി. കൺസർവേറ്റീവ് പാർട്ടിക്ക് കനത്ത തിരിച്ചടി. 343 അംഗ പാർലമെന്റിലെ 167 സീറ്റുകളിൽ ലിബറൽ പാർട്ടി ലീഡ്. ചെറുപാർട്ടികളുടെ പിന്തുണയോടെ അധികാരം ഉറപ്പ്.